തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയ്ക്കൊപ്പം വേദി പങ്കിട്ടു എന്ന വാർത്ത നിഷേധിച്ച് മന്ത്രി എം. രാജേഷ്. സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച വനിതാ അസംബ്ലിയിൽ കവിതയെത്തി എന്നായിരുന്നു പ്രചാരണം. വനിതാ അസംബ്ലിയിലേക്ക് ക്ഷണിച്ച 133 വനിതാ ജനപ്രതിനിധികളിൽ ഒരാളായിരുന്നു കവിത. എന്നാൽ അവർ പരിപാടിക്ക് എത്തിയില്ല എന്ന് എം. രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഒരു പത്രത്തിൽ വന്ന വാർത്ത ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ മന്ത്രി ഈ FB പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം അജീഷ്? ഉന്മേഷ്, ഈ സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച, അതായത് എം. രാജേഷ് നിയമസഭാ സ്പീക്കറായിരിക്കെ നിയമസഭയിൽ സംഘടിപ്പിച്ച വനിതാ അസംബ്ലിയിൽ ഈ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകളും BRS നേതാവുമായ കവിത പങ്കെടുത്തുവെന്നും ഇരുവരും ഒരേ വേദി പങ്കിട്ടുവെന്നുമായിരുന്നു രാവിലെ വന്ന പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത. ഇതും ബ്രൂവറി വിവാദവുമായി കൂട്ടിക്കുഴച്ചായിരുന്നു ഈ വാർത്ത വന്നിരുന്നത്. ഇത് തീർത്തും അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവുമെന്നാണ് എം. രാജേഷ് പറയുന്നത്. ആ വാർത്ത പ്രതിപക്ഷത്തിനെ സഹായിക്കാനാണെന്നും വനിതാ അസംബ്ലിയിലേക്ക് ക്ഷണിച്ച 133 വനിതാ ജനപ്രതിനിധികളിൽ ഒരാൾ മാത്രമായിരുന്നു കവിതയെന്നും എം. രാജേഷ് പറയുന്നു. അന്ന് കവിത ഈ പരിപാടിക്ക് എത്തിയിരുന്നില്ല. എഥനോൾ പ്ലാന്റ് കൊണ്ടുവരാൻ കേരള നിയമസഭാ സ്പീക്കർ തെലങ്കാന MLA-യുമായി ചർച്ച നടത്തിയെന്നാണോ ഈ പത്രം ഉദ്ദേശിക്കുന്നതെന്നും ഈ വാർത്തയുടെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ട് എം. രാജേഷ് ചോദിക്കുന്നുണ്ട്. ഉന്മേഷ്. അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.